ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അസീബൈദ്. ഇന്ന് നമ്മൾക്ക് റവയും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കണേ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എത്ര നേരം വൈകിയാലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. അപ്പോഴേ ഈ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെ തയ്യാറാക്കുമെന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. അതിൻ്റെതാ ഞാൻ 1.5 ഗ്ലാസ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി തരാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ 1.5 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇതാ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല 1 ടീസ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണേ. ഈ വെള്ളമൊക്കെ ഒന്ന് ആ റവയിലൊന്ന് പിടിച്ച് വരട്ടെ. റവ ഒന്ന് കുതിർന്ന് കിട്ടാനാണ്, നമ്മൾക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്നിങ്ങനെ മാറ്റി വെക്കാം. ഇതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവർ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ നമ്മൾ റവ നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ അതാ നമ്മൾ റവ നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി മിക്സിൻ്റെ ജാറിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. ഇത് നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം. ചെറിയൊരു തരികോട് കൂടി വേണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇത് ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് മുട്ട ഉണ്ടല്ലോ, മുട്ട കൂടി ഇതിലൊന്ന് ഉടച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു റവ ദോശ ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. മുട്ട റോസ്റ്റൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു മുട്ട നമ്മൾ നേരത്തെ 1 ഗ്ലാസ് വെള്ളമാണല്ലോ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നമ്മളിത് കൂടുതൽ റവ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം 1 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ളത് വേണ്ട, നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു നോർമൽ ഒരു ഇതുണ്ടല്ലോ അത്രയാണ് നമ്മൾക്ക് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു പാകമാണ് വേണ്ടത്. ഇനി ഇതിൽ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളെ കറിവേപ്പിലയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ കറിവേപ്പിലേക്ക് പകരം നിങ്ങളെ അടുത്ത് മല്ലിച്ചപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോഴൊക്കെ ഇത് സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഈ കറിവേപ്പിലൊക്കെ നമ്മൾ ഈ ദോശ ചുട്ട് വരുമ്പോൾ നല്ല ഇങ്ങനെ മുരിഞ്ഞൊക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാരും ഒഴിവാക്കരുത്. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ ഞാൻ മിക്സിൻ്റെ ജാറിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു പാകത്തിൽ ഞാനതങ്ങനെ എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണെന്നൊന്ന് നോക്കണേ. ഇപ്പോൾ ഒരു ദോശച്ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫ്രൈ പാനിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ദോശക്കല്ലിലാണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ എണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഒരു തവി മാവ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. പിന്നെ അതൊന്നൊരു ഹാഫ് ആയി കുക്കായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒന്ന് തൂവി കൊടുക്കണം കേട്ടോ. അപ്പം നെയ്യ് കൂടി ഒന്ന് തൂവുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ്. നെയ്യോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് എന്തിൻ്റെ ഫ്ലേവറാണ് നമ്മൾക്ക് ഇഷ്ടം അത് നമ്മൾക്ക് ആക്കി കൊടുക്കാം. നെയ്യാവുമ്പോഴാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ കുറച്ച് നെയ്യാണ് ആക്കി കൊടുക്കുന്നത്. നെയ്യ് എല്ലായിടത്തൊന്ന് ആവും ഇത് ബ്രഷ് കൊണ്ടൊന്നിങ്ങനെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു സെക്കൻഡ് 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് തിരിച്ച് മറിച്ചിട്ട് നല്ല ഒന്ന് മൊരിയിച്ചെടുക്കാം. നമ്മൾക്ക് പുതിയ ഫ്രണ്ട്സുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും എത്തിയത്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം, എങ്കിലേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ.
ഇപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തിരിച്ചും മറിച്ചിട്ടെടുത്ത് നല്ലൊന്ന് മൊരിയിച്ചെടുക്കണേ. നല്ല തീ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം നമ്മൾക്ക് എടുക്കാൻ. ഇപ്പോൾ ഇതാ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുണ്ട് നല്ല ഇങ്ങനെ പൊളയം പോലെ ഇങ്ങനെ ഒന്ന് പൊങ്ങി വരും. നല്ല പൊങ്ങൂല, ചെറുതായിട്ടൊന്നും അങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റാണ് ഈ ദോശ. അപ്പോൾ മുട്ട റോസ്റ്റൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇത് ഒന്നുകൂടി അങ്ങനെ ഒഴിച്ചൊന്ന് കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി നമ്മളെ ദോശക്കല്ലിൽ എണ്ണ ഒന്നിങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്. ഒരു തവി മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ പോലെ തന്നെ നല്ല പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു ഹാഫ് കുക്കായതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് നെയ്യ് തൂവി കൊടുക്കുന്നത്. ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ അടപ്പൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ റവ ദോശ ഇവിടെ ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നെയ്യൊന്ന് തടവി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് നമ്മൾക്ക് ഇതൊന്ന് ഒന്ന് മൊരിയിച്ചെടുക്കാം. നല്ല മൊരിയിച്ചെടുത്ത് ഇത് കഴിക്കുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള ദോശയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ പിന്നെ എല്ലാ ദോശയും അങ്ങനെ തന്നെ ചുട്ടെടുക്കുന്നുണ്ടായിരുന്നേ. ഒരു 1.5 ഗ്ലാസ് റവ കൊണ്ട് എനിക്ക് 6 ദോശയാണ് ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുള്ളത്. ഒരു 7 8 ഒക്കെ നമ്മൾക്ക് അങ്ങനെ ആക്കിയെടുക്കട്ടെ. നല്ല നൈസായിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ 8 വരെ നമ്മൾക്ക് അങ്ങനെ ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്, കണ്ടാൽ തന്നെ അറിയുണ്ടാവും. നല്ല പഞ്ഞി പോലെയുള്ള ദോശയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയണേ. വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത് ഇതുപോലെ നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.